നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ. നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും. കൊള്ളാം കൊള്ളാം. ഒന്ന് തിരിക്കാൻ എന്താടാ മാർഗം? അതെ, മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഏയ്, എനിക്കിനി മുഖം കാണണമെന്നില്ല. ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ. എനിക്കും. അപ്പൊ കൊട്ടാ, ഞാനൊരു എഴുത്ത് തരാം, നീ ഒന്ന് കൊണ്ടു കൊടുക്ക്. അവിടെ ഇരിക്ക. അവൾ ഇങ്ങോട്ട് തിരിഞ്ഞോണ്ട നിങ്ങൾ മൂന്നുപേരും കുനിഞ്ഞോണം കേട്ടാ. അവൾ എന്നെ മാത്രം കണ്ടാ മതി. എന്താണ് ഇവിടെ? ഏയ്, അപ്പുറത്തൊരു കുട്ടി. നാലെണ്ണം കൂടി ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാ? യോഗ യോഗ യോഗാസനം. യോഗാസനോ? യോഗാസനം ചെയ്താ ഗ്യാസ് പോകും അമ്മേ. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ. ആരത്? ആരാടത്? ശരിയാണല്ലോ, ആരത്? ചേടാ, നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണ് വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ? ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ? ഇനിയിപ്പോ അവിടെ കയറുന്ന ഏത് കള്ളൻ? ലോകത്തുള്ള പെരുങ്കള്ളന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ടല്ലോ. അയ്യോ അമ്മേ, ഇവര് അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരെയൊക്കെ നല്ല മതിപ്പാണല്ലേ? പിന്നെ പ്രത്യേകിച്ച് നിന്നെ. ചേടാ, അവളെ ശരിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അതിനെന്താ, അവളെ ശരിക്കും ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോണം. വാ, നീ പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ നിന്ന് റിലാക്സ് ചെയ്തോളാം. നിങ്ങൾക്ക് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങും പോകുന്നില്ല, റിലാക്സ് ചെയ്യാൻ പോവാണോ? ഇവിടെ തന്നെ കാണുമല്ലോ. ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ. എന്താണ് ഇത്? ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? എന്തായിരുന്നു ഇവിടെ ലഹള? ലഹളയല്ലമ്മേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ദേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ശല്യങ്ങള് പോയോ? എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ? എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ. ഇല്ല, ഇതാ വരാത്തത്. മനസ്സിലായോ? വന്നേ. കുളിക്കാൻ പോവാടാ. കുളിച്ചിട്ട് വരട്ടെ. വേഗിച്ചെന്നില്ലെങ്കിൽ കൂടി കഴിക്കണം. ആദ്യം ഞങ്ങൾ കണ്ടിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് കാണാം. അതെ, വെറുതെ വായി നോക്കി എന്നാ പോരാ, വല്ലവരും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ തരണം. ആ,
ഇരിക്കടാ. അത് വേണ്ട, നീ ഇരിക്കും, ഞാൻ കിടക്കും. പറയുന്ന കേട്ടാ മതി. ഇരിക്കടാ. ആ. ആ, പൊക്കടാ. പൊക്ക്. ആ, പൊങ്ങടാ. പൊങ്ങടാ. ആ, ആ, കുറച്ചുകൂടെ. ഛെ, കളഞ്ഞു. ആ, പൊങ്ങ്. ആ, അയ്യോ. പതുക്കെ. ആരോ വന്നു. അയ്യോ. ആരാ വന്നത്? ആരും വന്നതല്ല, ഇനി ഞങ്ങൾ കണ്ടടാ. അതിന് ഞങ്ങൾ കണ്ടില്ല. ആക്രാന്തങ്ങള് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇനി ആരെങ്കിലും വന്നാലും സിഗ്നൽ തരണ്ട കേട്ടാ. ഞാൻ കേറിയിട്ടേ വാങ്ങാവടാ. കുനിഞ്ഞിരി. അയ്യേ. ഛെ, ദാ, ഇനി വന്നേ. ഇനി വാ. ദാ, ഇവിടെ ഇങ്ങനെ ഇരി. അവിടെ നിൽക്കണേ. ഇവിടെ ഇങ്ങനെ ഇരി. ഇവിടെ ഇരി. അതല്ല. ദാ, ഇവിടെ നോക്കൂ. ഇവിടെ നോക്കാം. ദാ, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇവിടെ ഇങ്ങനെ ഇരി. ഞാൻ നിന്റെ പുറത്ത് കയറാം. ഇറങ്ങാം. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര. ഇറങ്ങടാ. ഇറങ്ങാനൊന്നും സമയമില്ല, നീ ഓടിച്ചു. കണ്ണു കാണാൻ വയ്യ. കണ്ണു കാണാൻ വയ്യ. എനിക്ക് കാണാം, നീ ഓടി. എങ്ങോട്ട്? കിഴക്കോട്ട്. കിഴക്കോട്ടോ? കൈ മാറ്റാ പുല്ലേ. ഓടിക്കോടാ. ഞാനും ഒരെണ്ണം വലിക്കാടാ. വേണ്ട വേണ്ട വേണ്ട, ഒരാൾ വലിച്ചാ മതി. ചേടാ എവളിത് എവിടുന്ന് വന്ന പോലെടാ. 4 സുന്ദര കുട്ടപ്പന്മാർ ഇവിടെ നിരന്ന് നിന്നിട്ടൊന്നും മൈൻഡെങ്കിലും ചെയ്യണ്ടേ? മഹാദേവ, നമുക്ക് ഈ തള്ളയെ കറക്കിയെടുത്താലോ? ആ, നീ കറക്കിയെടുത്തു. ഇവനാവുമ്പോ നല്ല മാച്ചായിരിക്കും. ഞങ്ങൾ അവളെ തന്നെ കറക്കിയെടുത്തോളാം. പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്കടാ. അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവളുടെ മുത്തശ്ശിയാ. മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തും സാധിക്കാം. ആ, ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയൊരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. ആ, മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. ചായയാ? ചളവാക്കാതെ പോളേ. നീ പറ. എടാ, നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ വിഷമമുള്ള കാര്യമല്ലത്. നീ ഒറ്റയ്ക്ക് പോയാ കാര്യമില്ല. എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് ആരും ഒറ്റയ്ക്ക് പോയാൽ ശരിയാവൂല. പോകുമ്പോ നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ചു പോകണം. എന്നാ പിന്നെ നീ പോകും. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നിച്ചു പോയ കാര്യം എളുപ്പം നടക്കും. ഇത് ഒറ്റയ്ക്ക് പോയാൽ ഏത് കാര്യത്തിനും തർക്കിച്ചോണ്ടോ? ഒന്നും മിണ്ടാതിരിയടാ. എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവര് കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ. ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടിച്ചൊതുക്കി ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്. നീ പോയാ മതി. അയ്യോ എന്റെ ദൈവമേ. ചെല്ലടാ. ഒന്നൂടടി. ഞെക്കിപ്പിടി.
തോമസൂട്ടി അവന് വെട്ടുകൊണ്ട് കാണുമോ? എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്നിന് ആളുകൾ വല്ല ഓടിക്കൂടിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം ഉണ്ടാവുമായിരുന്നു. നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം. ആ തള്ളയുടെ വെട്ടങ്ങാൻ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ. കൊണ്ടില്ലല്ലോ, കൊണ്ടിരുന്നേ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? എന്റെ നെഞ്ചത്ത് വെട്ടുകൊള്ളതാ. അല്ലല്ല പോടാ. ആ നീ ഇപ്പൊ ചൂടാവുന്ന എന്തിനാ? നീ തന്നെയല്ലേ പറഞ്ഞു നിന്റെ മുത്തശ്ശിയാണ് വളച്ച വളയുമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാപത്ത് ഒരു ഓടിക്കളയാവോ? ആ എടാ അവർ ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നീ അവരെ വളയ്ക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പോടാ ചതിയന്മാരെ തെണ്ടികളെ. ഗോവിന്ദൻകുട്ടി, ഇനി എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല. അവൾ ഈ നാട്ടിൽ കാല് കുത്തി അന്ന് മുതൽ അവൾ നമ്മുടേതായി. ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മളോ? നമ്മള് 3-4 പേരില്ലടാ. അതിനെന്താ, പഞ്ചപാണ്ഡവന്മാർ 4 പേരും കൂടിയല്ലേ പണ്ട് ദമയന്തയെ കെട്ടിയത്? ദമയന്തി അല്ലടാ, കുന്തി. കുന്തിയെങ്കിൽ കുന്തി കെട്ടിയല്ലോ, അതേപോലെ എവളും ചെയ്യട്ടെ അല്ലേ മഹാദേവ? ഓടാ, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ 4 പേരെയും കൂടെ കെട്ടാനല്ല, ആരെങ്കിലും ഒരാളെ. ആ ഒരാൾ ആരാണെന്ന് പറ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിച്ച് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അത് തന്നെ, നമ്മളെ വെട്ടിച്ച് ഒരു 5-ാമൻ അവളെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും അവളുടെ മേലൊരു കണ്ണു വേണം. ഒരു കണ്ണോ? അതിനുവേണ്ടി ഈ 2 കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു. അയ്യാ,